പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെഷൻ യൂട്യൂബ് ചാനലിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയുന്നു. എൻ്റെ പേര് പാസ്റ്റർ കെ എം ബാബു. ഞാൻ മുണ്ടക്കയം ചോറ്റി സെമിനറി അഡ്വൻ്റ് ചർച്ചിൻ്റെ പാസ്റ്ററാണ്. മിരിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കും. ദൈവം കൂടുതലായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് യഹോവ ഭക്തിയെക്കുറിച്ച് ഒരല്പം നേരം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം അതിൻ്റെ 34 അധ്യായത്തിൻ്റെ 11 വാക്യം ഇപ്രകാരം പറയുന്നു: മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവ ഭക്തി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സങ്കീർത്തനക്കാരനായ ദാവീദ് ഇപ്രകാരം അരുളി ചെയ്യുന്നത് യഹോവ ഭക്തി അത് എപ്രകാരമാകുന്നുവെന്ന്, അതെങ്ങനെയാണ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എപ്രകാരമാകുന്നുവെന്ന് സങ്കീർത്തനായ ദാവീദ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവ ഭക്തി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ളതായ സ്നേഹം, ബഹുമാനവും കലർന്ന ഭയത്തിൽ ഭക്തി എന്ന് നമുക്ക് പറയാൻ പറ്റും. ദൈവത്തെക്കുറിച്ചുള്ളതായ സ്നേഹവും ബഹുമാനം കലർന്നതായിട്ടുള്ളതായ ഭക്തിയാണ്, ഭയത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഭയത്തെയാണ് ഭക്തി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹവും ദൈവത്തിൻ്റെ പരിശുദ്ധ പദവിയെക്കുറിച്ചുള്ളതായ ബോധവുമാണ് ശരിക്കുള്ളതായ ഭക്തി എന്ന് നമുക്ക്, അല്ലെങ്കിൽ ഭയം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ പദവിയെക്കുറിച്ചുള്ളതായ ബോധമാണ്. മാത്രമല്ല ദൈവത്തിൻ്റെ ഭയത്തിൽ ആ ഭക്തി ഇപ്രകാരം ഉണ്ടാകുന്നത് ദൈവത്തെക്കുറിച്ച് ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ്. അതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ പരമാധികാരം അംഗീകരിക്കുവാനും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും എല്ലാ തിന്മകളും ദുഷ്ടതയും പരിത്യജിക്കുവാനും വെറുക്കുവാനും വിവേകം നൽകുന്നത് ഈ ദൈവഭയം മൂലമുള്ളതായ ഭക്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദൈവം എങ്ങനെയാണ് ഭക്തനോട് അല്ലെങ്കിൽ ഭക്തരോട് ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത്? ഭക്തരോട് ദൈവം പറയാണ്, യിരെമ്യാപ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 32:40, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും, എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുപിരിയാതിരിപ്പാൻ എങ്കിൽ ഉള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. യഹോവയെ ദൈവം പറയാണ്, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. ഒരു യഹോവ ഭക്തനോട് ബന്ധത്തിൽ ദൈവം ഉറപ്പ് പറയുകയാണ്. എന്നെ ഭയപ്പെടുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നതായ ഒരു ദൈവ പൈതലിനോട് കൂടെ നിൽക്കുന്നതായ ഒരു ദൈവം, അവൻ്റെ ആവശ്യങ്ങളുടെ മുഖത്ത് അല്ലെങ്കിൽ അവൻ്റെ ആവശ്യങ്ങളിൽ വിട്ടുപിരിയാതെ നിൽക്കുന്ന ദൈവം, കൃത്യമായ സമയത്ത് തന്നെ ഇടപെടുന്നതായ ഒരു ദൈവം, യഹോവയെ ദൈവത്തെക്കുറിച്ച് അവിടെ യിരെമ്യാപ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. മാത്രം ഞാൻ അവരോട് എന്ത് ചെയ്യും? ഒരു ശാശ്വതമായ നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുപിരിയാതെ മാറാതിരിക്കാൻ തക്കണം എന്ത് ചെയ്യും? എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ ആക്കുവാനിടയായിത്തീരും. നമ്മളൊക്കെ എങ്ങനെയാണ് ദൈവഭക്തി ഉള്ളവരായിത്തീരും നമുക്ക് പരിശോധിക്കണമെങ്കിൽ ഉൽപ്പത്തി മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അബ്രഹാം തൊട്ട് നമുക്ക് ഇസക്ക, യാക്കോബ്, മാത്രമല്ല ദാവീദ്, ദാനിയേൽ, ഇങ്ങനെയുള്ള ഏലിയാവ്, ഇങ്ങനെയുള്ളതായ ഭക്തന്മാരെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. എബ്രായ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരമുള്ളതായ ഭക്തന്മാരുടെ പട്ടിക തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്രകാരമായിരുന്നുവെന്നും ദൈവത്തിൻ്റെ ഭക്തിയെ അവരെപ്രകാരം മുറുകെ പിടിച്ചുവെന്നുള്ള കാര്യം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അതാണ് വീണ്ടും നമ്മൾ മാത്രം എക്സാമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കുക. അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇയ്യോബിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ 1-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ, അല്ലെങ്കിൽ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് തന്നെ, ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ളതായ ഒരു പുരുഷനുണ്ടായിരുന്നു.
അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനുമായിരുന്നു. കഷ്ടതയിലും ഭക്തി മുറുകെ പിടിച്ചതിനാൽ അവൻ്റെ ഭാര്യ പോലും എന്ത് ചെയ്തു? ഈ ഭക്തി ഉപേക്ഷിച്ച് കളയെന്ന് പറഞ്ഞതായ ഒരു സാഹചര്യം നമുക്ക് ബൈബിളിനകത്ത് ഈ ഒരു ദിവസം കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഊസദേശത്തുള്ളതായ ഇയ്യോബ് എന്ന മനുഷ്യൻ അവൻ എങ്ങനെയുള്ളവനായിരുന്നു? അവൻ നീതിമാനായിരുന്നു. അവന് എപ്രകാരമാണ്? നിഷ്കളങ്കനായിരുന്നു, അവൻ നേരുള്ളവനായിരുന്നു, അവൻ ദൈവഭക്തനായിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇയ്യോബോട് ദൈവം ഇടപെട്ടത് എങ്ങനെയാണ്? ഇയ്യോബിന് ദൈവം കഷ്ടത കൊടുക്കുവാനേ തീർന്നത് എപ്രകാരമാകുന്നു? ഇയ്യോബിന് കഷ്ടത കൊടുക്കുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിച്ച കാര്യമല്ല. തൻ്റെ ഭക്തന്മാർ ഒരിക്കലും കഷ്ടതയിലൂടെ കടന്നു പോകണമെന്നും കഷ്ടത അനുഭവിക്കണമെന്നും പ്രയാസം അനുഭവിക്കണമെന്നും ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമുക്കറിയാം, ഇയ്യോബിനോട് ദൈവം അവർ കഷ്ടത അനുവദിച്ചത് ഈ ലോകത്തിൻ്റെ പ്രഭുവാണ് പിശാച് ദൈവസന്നിധി കടന്നു എന്ന് അവനെ ഒരു ആരോപണം ഉന്നയിക്കവിടെ തീർന്നു. അവൻ എന്താ പറഞ്ഞത്? നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നുകൊണ്ടാണ് അവൻ നിന്നെ തള്ളിപ്പറയാതിരിക്കുന്നുവെന്ന് പിശാച് ദൈവസന്നിധിയിൽ അറിയിക്കുവാനേ തീർന്നു. അപ്രകാരം പിശാചിനെ ദൈവം എന്ത് ചെയ്യാണ്? ഞാൻ അവിടെ അനുവദിക്കുന്നതായി ആ വേലി അഴിക്കുവാൻ തക്കവണ്ണം ദൈവം എന്ത് ചെയ്യാണ്? അനുവദിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇയ്യോബിന് കഷ്ടം കടന്നു വരുവാനേ തീർന്നത്. ദൈവത്തിൻ്റെ ഭക്തന്മാർ ഒരിക്കലും കഷ്ടം അനുഭവിക്കുന്നത് ദൈവത്തിന് ഒരിക്കലും താല്പര്യമുള്ള കാര്യമല്ല. എന്നാൽ അവിടെ പിശാചിൻ്റെ ഇടപെടൽ നമുക്കറിയാം. നീ ദൂതന്മാരെ കാവൽ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇയ്യോബ് നിന്നെ തള്ളിപ്പറയാതിരിക്കുന്നതെന്ന് അവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ ഭക്തനായ ഇയ്യോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇയ്യോബ് എന്ത് ചെയ്തു? സകല പരീക്ഷകളെ പിശാച് കൊണ്ടുവന്നായ സകല പരീക്ഷകളെയും അതിജീവിക്കുക മാത്രമല്ല, പിശാച് കൊണ്ടുവന്ന സകല പരീക്ഷകളെ അതിജീവിക്കുക മാത്രമല്ല, അവൻ അതിനെല്ലാം ജയിക്കുവാനും പിശാചിൻ്റെ വാക്കുകളെ എന്ത് ചെയ്തു? അത് തെറ്റായിരുന്നുവെന്ന് അത് മനസ്സിലാക്കി കൊടുക്കുവാനേ തീർന്നു. തെറ്റായിരുന്നു പിശാചിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ ആരോപണം തെറ്റായിരുന്നുവെന്ന് എന്ത് ചെയ്തു? അത് നമുക്ക് കാണുവാൻ കഴിയാതെ തീരും. അപ്പോൾ വീണ്ടും നമുക്ക് ചിന്തിക്കുമ്പോൾ ഈ ഭക്തനായ മനുഷ്യനെ ദൈവം എന്ത് ചെയ്യുന്നു? അവനെ ദൈവം സംരക്ഷിക്കുവാനേ തീർന്നു. ദൈവത്തിൻ്റെ ഭക്തി എന്ന് പറഞ്ഞത് ആ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കുകയും അവരുടെ സ്നേഹത്തിൽ വസിക്കുന്നതിലൂടെയുള്ളതായ ആ ദൈവം സ്നേഹിക്കുമ്പം ആ സ്നേഹത്തെ തിരിച്ചു കൊടുക്കുന്നതാണ് ഭക്തി എന്ന് പറഞ്ഞത്. അത് നമുക്ക് ഇയ്യോബിൽ കാണുവാൻ കഴിയും. വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പം ഭക്തി ഇല്ലായ്മ എന്ന് പറഞ്ഞത് അത് ദോഷകരമായ ഒരു അനുഭവമാണ്. യിരെമ്യാപ്രവചന പുസ്തകം 2:19 ഇങ്ങനെ പറയുന്നു: നിന്റെ ദുഷ്ടത തന്നെ നിനക്ക് ശിക്ഷയും നിന്റെ വിശ്വാസത്യാഗങ്ങൾ നിനക്ക് ദണ്ഡനവും ആകും. അതുകൊണ്ട് നീ നിന്റെ ദൈവത്തെ ഉപേക്ഷിച്ചതും എൻ്റെ ഭയം നിനക്ക് ഇല്ലാതായിരിക്കുന്നതും എത്ര ദോഷവും കയ്പുമായുള്ളതാണെന്ന് അറിഞ്ഞുകൊള്ളുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഭക്തിയില്ലായ്മ പലപ്പോഴും നമുക്ക് ഇസ്രായേലിനൊക്കെ ദൈവത്തിൻ്റെ സന്നിധി വിട്ടുപോയിട്ടുണ്ട്. ദൈവം അവരെ ആടുകളെപ്പോലെ വഴി നടത്തി, മരുഭൂമിയിൽ അവർക്ക് വഴി നടത്തി, അവർക്ക് വേണ്ടതെല്ലാം നൽകി, അവർക്ക് മന്ന നൽകി. മാത്രമല്ല, അവർക്ക് ദാഹിച്ച സമയത്ത് അവർക്ക് എന്ത് ചെയ്ത് പാറ പിളർന്നവർക്ക് വെള്ളം നൽകി. അതുമാത്രമല്ല, അവർക്ക് രാത്രി വെളിച്ചത്തിനായ അഗ്നിതൂണനെയും അവർ പകൽ മേഘസംഭവം അവർക്ക് തണലേക്കുവാനിടയെ തീർന്നു. ശത്രു സൈന്യത്തിൽ നിന്ന് രക്ഷിക്കുവാൻ എന്ത് ചെയ്തു? അവരെ ചെങ്കടൽ പിളർന്നവർക്ക് പാതയൊരുക്കിയതായ ദൈവം, ആ ദൈവത്തിൻ്റെ കൂടെ നടന്നതായ ഇസ്രായേൽ പലപ്പോഴും എന്ത് ചെയ്തു? ദൈവത്തെ മറന്നു പോകുവാൻ, ദൈവത്തിൻ്റെ ഭയം വിട്ടുമാറുവാൻ, ദൈവത്തിൻ്റെ ഭക്തി വിട്ടുമാറുവാൻ ഇടയെ തീർന്നതായി കാണും. അതുകൊണ്ട് യിരെമ്യാ പറയുകയാണ്: നിന്റെ ദുഷ്ടത തന്നെ നിനക്ക് ശിക്ഷ, നിന്റെ വിശ്വാസത്യാഗങ്ങൾ നിനക്ക് ദണ്ഡനവുമായി മാറും. അപ്പോൾ ദൈവഭയം വിട്ടുമാറുന്നതും ദൈവഭക്തി വിട്ടുമാറുന്നതും എന്തായിത്തീരും? അത് ശിക്ഷയും ദണ്ഡനവുമായി മാറുമെന്ന്, അത് ദോഷകരമായി ഭവിക്കുന്നുവെന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് വീണ്ടും വായിക്കുമ്പോൾ നമുക്കറിയാം, എക്സാമ്പിളായിട്ട് നമുക്ക് കോരഹ്, ദാഥാൻ, അബീരാം, സംഖ്യാപുസ്തകം 16:1-20-34 വായിക്കുമ്പോൾ അവിടെ ഈ കോരഹും അബീരാമൊക്കെ എന്ത് ചെയ്തു? അവർ ദൈവത്തിൻ്റെ ദാസനേരെ പിറുപിറുക്കുവാനേ തീർന്നതായി കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ ദാസനായ മോശയ്ക്കെതിരെയും മാത്രമല്ല, അവിടെ അഗുറോനെതിരെ എന്ത് ചെയ്തു? അവർ പിറുപിറുക്കാനിടയെ തീർന്നുവെന്ന് ആ വേദപുസ്തകം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ ദാസന്മാർക്കെതിരെ പിറുപിറുത്തതായ കാര്യങ്ങൾ, അവരെ എതിരെതിരിഞ്ഞതായ കാര്യങ്ങൾ ദൈവഭക്തി ഇല്ലായ്മയാണ്. ദൈവത്തെ ഭയമില്ലാത്ത അനുഭവത്തിലാണ് ഒരു ദൈവദാസനെതിരെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തിരിയണമെങ്കിൽ, അവനെ പിറുപിറുക്കണമെങ്കിൽ അവൻ്റെ ദൈവത്തുള്ള ഭയം വിട്ടുപോയതാണ്, ദൈവത്തുള്ള ഭക്തി ഇല്ലാതായി തീർന്നതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കോരഹ്, ദാഥാൻ, അബീരാമൊക്കെ എന്ത് ചെയ്തു? അവർ മോശയോട് അവർ പിറുപിറുക്കുവാനേ തീർന്നു. അതിൻ്റെ അനന്തരഫലം എന്ന് പറഞ്ഞത്
അവരെന്ത് ചെയ്തു? അവർ നശിച്ചു, ദൈവസേനകൾ അവർ നശിച്ചു പോകുവാനായി തീർന്നതായി കാണാൻ സാധിക്കും. അത് വലിയ നഷ്ടം, അല്ലെങ്കിൽ വലിയ വില കൊടുക്കുവാനായി തീർന്ന് വലിയ നഷ്ടം അവർക്ക് സംഭവിക്കുവാനായി തീർന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അനന്യാസ്, സബീറ എന്നതായ രണ്ട് വ്യക്തികളെക്കുറിച്ച് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട്. ആ അപ്പോസ്തലന്മാരുടെ കാലത്ത് അവരെന്ത് ചെയ്തു? ആ അപ്പോസ്തലന്മാരുടെ കാലത്ത് സകല വിശ്വാസികളും, അന്നുള്ളതായ അപ്പോസ്തലന്മാരുടെ കാലത്തുള്ളതായ സകല വിശ്വാസികളും എന്ത് ചെയ്തു? പുതിയ നിയമവിശ്വാസികൾ അവർക്കുള്ളതെല്ലാം വിറ്റുപെറുക്കി അവർ അപ്പോസ്തലന്മാരെ കാൽക്കി കൊണ്ടുവച്ചുവെന്ന് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. എന്നാൽ അതിന് എതിരായി എന്ത് ചെയ്തു? അനന്യാസും സബീറയും എന്ത് ചെയ്തു? അവരെ വസ്തുവകയും വിറ്റു. അവർ വസ്തു വിറ്റു മാത്രമല്ല, അതിന് പകുതി എടുത്ത് എന്ത് ചെയ്തു? അവർ മാറ്റിവെച്ചിട്ട് പകുതിയായി ദൈവത്തിൻ്റെ സന്നിധിയിൽ അപ്പോസ്തലന്മാരെ കേൾക്കൊണ്ട് വച്ചു എന്ന് കാണുവാനായി തീരുന്നു. അപ്പോൾ അവിടെ അവർക്ക് സംഭവിച്ചെന്താണ്? ഇവർ അപ്പോസ്തലന്മാർ മറച്ചു വെച്ചത്, അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ മറച്ചു വെച്ചത് തന്നെയാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് എതിരായാണ് അവരെന്ത് ചെയ്ത്? അവരെ ഹൃദയത്തിൽ ചിന്തിക്കാതെ തീർന്ന ഫലമായിട്ട് എന്താ സംഭവിച്ചത്? ആ അപ്പോസ്തലന്മാരെ കാൽക്കീഴിൽ പകുതി കൊണ്ടുവച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരെന്ത് ചെയ്തു? അവർ മരിച്ചു വീഴുവാടെ തീർന്നുവെന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അപ്രകാരമുള്ളതായ വസ്തുവകകൾ അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങൾ, ജഡികമായ കാര്യങ്ങൾ നമ്മൾ കടന്നു വന്ന അതിനോട് പൂർണ്ണമായിട്ടുള്ളതായ ആഗ്രഹമെന്ന് പറഞ്ഞത് അത് ഭക്തിയില്ലായ്മയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നും നമുക്ക് മറച്ചു വെക്കാൻ കഴിയല്ല. അനന്യാസും സബീറയും മരിച്ചു പോകുവാനിടയെ തീർന്നത് എന്താണ്? അവർ മരിച്ചുപോയത് അവരുടെ ഭക്തി ഇല്ലായ്മയെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. സങ്കീർത്തനം 147 പറയുന്നു, തന്നെ ഭയപ്പെടുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഹാനോക്കിനെ, അബ്രാഹാം, ഇസ്ഹാക്കിനെ, യാക്കോബിനെ, യോസഫിനെയൊക്കെ എന്ത് ചെയ്തു? ഇയ്യോബിനെയൊക്കെ എന്ത് ചെയ്തു? ദൈവം അവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രസാദമുണ്ടാകേണ്ടേ തീർന്നു. ദൈവഭക്തന്മാരായ അബ്രഹാം അടക്കമുള്ളതായ തൻ്റെ ദാസന്മാരെല്ലാം ദൈവം സ്നേഹിക്കുവാനേ തീർന്നു. എന്താണ് കാരണം? എന്താണ്? അവർ ദൈവത്തെ ഭയപ്പെടുവാൻ അവർ ഭക്തിയുള്ളവരായിരുന്നു. അവർ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുവാനേ തീർന്നു. ദൈവം പറയുന്നത് അവർ അനുസരിക്കുവാനേ തീർന്നു. അവർ ഞൊടിയുടെ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വാക്കുകളെ കേൾക്കുവാനേ തീർന്ന ഫലമായി അവരെ ദൈവം സ്നേഹിക്കുവാൻ, അവരെ ദൈവം സ്നേഹിക്കുക മാത്രമല്ല, അവർക്ക് ലക്ഷ്യസ്ഥാനമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്തു? അവരെത്തിക്കുവാൻ ദൈവയുടെ തീർന്നു കാണുവാൻ സാധിക്കും. സങ്കീർത്തനം 4:3 ഇപ്രകാരം പറയുന്നു, യഹോഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിയുവൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കുവാനേ തീരും. ഒരു യഹോഭക്തൻ എന്ത് ചെയ്യും? അവ യഹോവയെ വേദപുസ്തകം പറയാം, യഹോഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരു യഹോഭക്തനായ മനുഷ്യനെ യഹോവയെ ദൈവത്തിന് വേർതിരിച്ചിരിക്കുന്നതാണ്. ആ യഹോഭക്തൻ എന്താണ്? യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥന, അവൻ്റെ അപേക്ഷ എന്ത് ചെയ്യും? കേൾക്കുവാനിടയായി തീരും. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ, നമ്മുടെ അപേക്ഷ കേൾക്കുവാൻ എന്ത് ചെയ്യണം? നാം ഒരു ദൈവഭക്തനായിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവഭക്തൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവത്തെ നമ്മൾ സ്നേഹിക്കുവാൻ, അവൻ്റെ വഴിയിൽ സഞ്ചരിക്കുവാൻ, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുവാനേ തീരുന്നതിലൂടെയാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കേണ്ടേ തീരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേദപുസ്തകം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കർത്താവ് യേശു വരുമെന്ന് ദൈവത്തോട് ചോദിക്കാൻ യേശുവിനോട് ചോദിച്ചു, യേശുവേ, ഞാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന ചോദ്യം ഒരു പ്രമാണി വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്. യേശു പറഞ്ഞത് ഇപ്രകാരം പറയാണ്ടേ തീർന്നത്, നിനക്ക് എന്ത് ചെയ്യണം? നീ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു ആ മനുഷ്യനോട് പറയാണ്ടേ തീർന്നത്. ആ മനുഷ്യനോട് പറഞ്ഞത് നീ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞത് അവൻ്റെ കൽപ്പനകളെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി എന്ത് ചെയ്യണം? ആ പിതാവിനെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക എന്ന് തന്നെയാണ്. രണ്ടാമതൊരു കൽപ്പന കർത്താവ് പറഞ്ഞത്, നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന് കർത്താവ് യേശു പറഞ്ഞെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യന് മാത്രമേ, അങ്ങനെ ദൈവത്തിൻ്റെ ന്യായപ്രമാണ കൽപ്പനകളെ അനുസരിക്കുന്നതായ ആ ഒരു മനുഷ്യന് മാത്രമേ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുള്ളൂ, ദൈവഭക്തനായിരിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യമാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സങ്കീർത്തനം 33:12 പറയാണ്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാവീദ് തൻ്റെ ജീവിതത്തിലെ തൻ്റെ അനുഭവത്തിൽ നിന്നാണ്, തൻ്റെ കഷ്ടത, തൻ്റെ കാലഘട്ടത്തിൽ എന്താണ്, തൻ്റെ രാജാവായിരിക്കുന്നതായ ശൗല് തന്നെ കൊല്ലുവാൻ നോക്കിയതായ സമയത്ത്, തൻ്റെ ജീവനെ ഹാനി വരുത്താൻ നോക്കിയതായ അവസരത്തിലൊക്കെ എന്ത് ചെയ്തു? ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടി തീർന്നു. അപ്പോൾ യഹോവ
തൻ്റെ യഹോവനെ ആശ്രയിക്കുക മാത്രമല്ല അവനോട് അപേക്ഷിക്കുകയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സൂക്ഷിക്കപ്പെടുവാണോ തീർന്നുവെന്ന കാര്യം ദാവീദിൻ്റെ അനുഭവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദാവീദ് പറയുന്നത്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കണമെന്നും എന്ത് ചെയ്യുന്നു, ഇരിക്കുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാമൊക്കെയും പലപ്പോഴും അപകടഘട്ടങ്ങളിലും പലപ്പോഴും നമുക്കറിയാം, നമ്മളെല്ലാം വിശ്വാസികളാണ്, ദൈവജനമാണ്, കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ പല ഘട്ടങ്ങളൊക്കെ നാമൊക്കെ എന്താണ് ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. എങ്കിലും നമുക്കറിയാം, മാനുഷ്യമായ കരങ്ങൾ പലപ്പോഴും സഹായകരമല്ലാത്ത അനുഭവത്തിൽ ദൈവത്തിൻ്റെ കരം നമ്മെ സഹായിക്കുവാനേ തീർന്നു. ദൈവത്തിൻ്റെ അദൃശ്യമായ കരം നമ്മെ സഹായിക്കുവാനേ തീർന്നു. ദൈവത്തിൻ്റെ സഹായം നാം അനുഭവിച്ചവരാണ്. അപ്രകാരം ദാവീദ് ദൈവത്തിൻ്റെ സഹായം അനുഭവിച്ചതുകൊണ്ടാണ് ദാവീദ് പറയുകയാണ്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലിരിക്കും. അപ്പോൾ ദൈവഭക്തി എന്ന് പറഞ്ഞത് അത് ദൈവത്തിന് നാം കൊടുക്കുന്നതായ സ്നേഹം, ദൈവത്തിൻ്റെ അവൻ്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും നാം അനുസരിക്കുന്നതിലൂടെയാണ് ഒരു ഭക്തനായിരിക്കുവാൻ. ദൈവത്തിന് നമ്മുടെ ഭയത്തെ നമ്മെ സ്നേഹിക്കുവാൻ കഴിയുന്നതും എന്താണ്, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിലൂടെയാണ്, അവനെ അനുസരിക്കുന്നതിലൂടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുവാൻ തീർന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ നമുക്കറിയാം, വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ 34:7 സങ്കീർത്തനം 34:7 യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും എന്ത് ചെയ്യുന്നു, പാളയമിറങ്ങി അവരെ വിടുവിക്കാൻ എത്തിയിരുന്നു. അപ്പോൾ യഹോവയുടെ ദൂതന്മാരെന്ത് ചെയ്യുന്നു, ഒരു ഭക്തൻ്റെ ചുറ്റും പാളയമിറങ്ങി അവനെ വിടുവിക്കുവാൻ എത്തിയിരുന്നു. വളരെ നമുക്ക് വ്യക്തമായി കാണുന്ന കാര്യമാണ്. അതിൻ്റെ 2 രാജാക്കന്മാരുടെ പുസ്തകം 6:8-17 വായിക്കുമ്പം എലീശയുടെ പക്കൽ എന്ത് ചെയ്തു, ആ എലീശയുടെ പക്കൽ ആ ശത്രു സൈന്യം പാളയമിറങ്ങിയ അവസരത്തിൽ അവിടെ തൻ്റെ ഭൃത്യനായിരിക്കുന്ന ഭൃത്യൻ അവൻ്റെ കണ്ണ് കാണാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആത്മീയ കണ്ണ് തുറക്കാത്ത അനുഭവത്തിൽ എലീശ പ്രവാചകൻ കാണുകയാണ്, ശത്രു സൈന്യം തനിക്കെതിരെ പാളയമിറങ്ങിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് പടയാളികൾ എന്താണ് കുതിരകളും കുതിര വണ്ടികളുമായി എന്താണ് അവിടെ പാളയമിറങ്ങിയ അനുഭവത്തിൽ അവിടെ തൻ്റെ ഭക്തനായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭക്തനായ എലീശ അത് കാണുമ്പോൾ തൻ്റെ ഭൃത്യൻ അത് എൻ്റെ കണ്ണ് ആത്മീയ കണ്ണ് തുറക്കാത്ത അനുഭവത്തിൽ എലീശ അവിടെ എന്ത് ചെയ്യാണ്, ഭൃത്യൻ്റെ കണ്ണ് തുറക്കുവാൻ തക്കവണ്ണം അവിടെ പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ദൈവപൈതലായിരിക്കുന്നതായ ഭക്തനായ മനുഷ്യൻ്റെ ചുറ്റും എന്ത് ചെയ്യും, അവൻ്റെ അപകടവേളയിൽ, അവൻ്റെ ആപത്ത് വേളകളിൽ, അവൻ അനർത്ഥം വരുന്നതായ സമയത്തൊക്കെ എന്ത് ചെയ്യും, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവലുണ്ട് എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് അനുഭവിച്ചത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനം 34:7 പറയാണ്, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും എന്ത് ചെയ്യുന്നു, പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തന പുസ്തകം അതിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 12 യഹോഭക്തനായ പുരുഷന്മാർ അവർ തിരഞ്ഞെടുക്കുന്ന വഴി താൻ അവർക്ക് എന്ത് ചെയ്യും, കാണിച്ചു കൊടുക്കുമോടെ തീരും. യഹോഭക്തന്മാർക്ക് എന്ത് ചെയ്യും, ദൈവം അവന് വഴി കാണിച്ചു കൊടുക്കുന്നതായ ദൈവം. യഹോഭക്തന് അതിലെ പൊക്കൊള്ളുക, നീ അത് തിരഞ്ഞെടുത്തുകൊള്ളുക, നീ അതിലെ നടന്നുകൊള്ളുക എന്ന് എന്ത് ചെയ്യും, ദൈവം അത് കാണിച്ചു കൊടുക്കുന്നതായ ഒരു ദൈവമാണ്. അതാണ് യഹോവേ ദൈവം, കർത്താവ് യേശു ക്രിസ്തു. അതുകൊണ്ട് നമുക്കറിയാം, ദൈവം അബ്രഹാമിനോട് ദൈവം എന്ത് ചെയ്തു, ഇടപെടുവാണേ തീർന്നു. അബ്രഹാമിനോട് ദൈവം ഇടപെടുവാണേ തീർന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അബ്രഹാമിനോട് ദൈവം എങ്ങനെയാണ് ഇടപെട്ടത്? അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച സമയത്ത് അബ്രഹാമിനോട് വിളിച്ച് ആ വിളി അബ്രഹാം എന്ത് ചെയ്തു, ആ ശബ്ദം കേട്ട് നീ ഇറങ്ങി പുറപ്പെടുക എന്ന് എന്ത് ചെയ്യുക, നീ പുറപ്പെടുക, നീ സഞ്ചരിച്ചു കൊള്ളുക, നടന്നുകൊള്ളുക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്തു, അബ്രഹാം വിശ്വാസത്തോടെ അതനുസരിക്കാതെ തീർന്നു. അപ്പോൾ അബ്രഹാം വിശ്വാസത്തോടെ അത് അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്തു, അബ്രഹാം അവിടെ വിശ്വാസികളുടെ പിതാവ് എന്നുള്ള പേരിന് അർഹമായി തീർന്നു. അബ്രഹാമിന് ദൈവം എന്ത് ചെയ്തു, അബ്രഹാമിലൂടെ സകല തലമുറകളെയും ദൈവം അനുഗ്രഹിക്കുവാനേ തീർന്ന് കാണാൻ സാധിക്കും. ഭക്തനെ അനുഗ്രഹിക്കുന്ന ദൈവം, ഭക്തനെ വിടുവിക്കുന്ന ദൈവം, ഭക്തനെ വഴി നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നീ അതിലെ നടന്നുകൊള്ളുക എന്നുള്ളതായ ശബ്ദം നമ്മൾ കേൾക്കുവാനേ തീരും. ആപത്തിൽ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്, ആ അനർത്ഥങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. ആ തക്ക സമയത്ത് എന്ത് ചെയ്തും ദൂതന്മാരെ അയച്ച് നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. ഇയ്യോബിനെ പോലെ എന്താണ്, ഇയ്യോബ് നിഷ്കള നീതിമാനുമായിരുന്നു, അവൻ ദോഷം വിട്ട് അകലവനായിരുന്നു. അവൻ്റെ കഷ്ടതയിലും എന്ത് ചെയ്തു, കഷ്ടതയിൽ പോലും അവനെ സഹായിച്ച് അവരുടെ കഷ്ടതയിലും ദൈവം അവനെ വിടുവിക്കുവാനേ തീർന്നു. അവന് സകല വിധം നഷ്ടപ്പെട്ടു പോയ സകല നന്മകളും സകല കാര്യങ്ങളും എന്ത് ചെയ്തു, ദൈവം ഇയ്യോബിന് തിരികെ കൊടുക്കുവാനേ തീർന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്രകാരം ദൈവഭക്തനായിരിക്കുന്നവൻ ദൈവം ഒരിക്കലും നീ കൈവിടുകയില്ല എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക. അതുകൊണ്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഭക്തരോട് ദൈവം പറയുകയാണ്, ഇരിമയാ പ്രവചന പുസ്തകം അതിൻ്റെ 32 പറയുക 40 പറയണം, ഞാൻ അവരെ വിടുവിക്കാതെ അവരെ
പിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. അവർ എന്നെ വിട്ട് മാറാതിരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവർക്ക് ഹൃദയത്തിലാക്കി കൊടുക്കുവാൻ തീരും. ദൈവത്തിൻ്റെ ആ സ്വഭാവത്തെ ദൈവഭക്തന്മാർ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നതുകൊണ്ട്, ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവപ്രമാണം എന്ന് പറഞ്ഞാൽ, ദൈവകൽപ്പന എന്ന് പറയുന്നത്, അത് ദൈവം തൻ്റെ ഭക്തന്മാർ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിന് തിരിച്ച് നമ്മെ സ്നേഹിക്കുവാനും കഴിയുന്നത്. ആ ഭക്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന നമ്മുടെ ഹൃദയത്തിൽ ഉള്ളപ്പോഴാണ് നമുക്ക് ഭക്തിയുള്ളവനായി ഇരിക്കുവാൻ കഴിയുന്നുള്ള കാര്യമാണ് നമുക്ക് ഈ വാക്യത്തിൽ മനസ്സിലാകുന്നത്. ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും ദൈവം കൂടുതലായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.